കേസാണല്ലോ ഈ സംഭവം. അപ്പോൾ എങ്ങനെ ഈ വിഷയത്തിൽ പ്രതികരിക്കും? തനിക്ക് സിനിമയിൽ ചാൻസ് തരാത്തതിന് വേറെ പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ്. വളരെ ധാർഷ്ട്യവും വളരെ നിർബന്ധവും ഉള്ള ഒരു ഡയറക്ടറാണെങ്കിൽ അയാൾ ആഗ്രഹിച്ച ആർട്ടിസ്റ്റ് ആ സിനിമയിൽ അഭിനയിച്ചിരിക്കും. അയാൾ ആഗ്രഹിക്കുന്ന ആർട്ടിസ്റ്റിനെ കൊണ്ട് അയാൾ അതിൽ അഭിനയിപ്പിച്ചിരിക്കും. അതിന് തയ്യാറുള്ള പ്രൊഡ്യൂസർമാർ ഇവിടെയുണ്ട്, അതിന് തയ്യാറുള്ള നല്ല ടെക്നീഷ്യൻസും ഉണ്ട്, ആർട്ടിസ്റ്റും ഉണ്ട്. അല്ലാതെ ഒരു ഭീഷണിയും ഈ പറയുന്നതൊന്നും ഒരു നല്ല ഡയറക്ടർക്ക് ചിലവാകില്ല. ഒരു കാരണവശാലും ഒരുപക്ഷെ ആരെങ്കിലും അങ്ങനെ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരോടൊപ്പം ഒരുപക്ഷെ വേണമെങ്കിൽ അഭിനയം അവോയ്ഡ് ചെയ്യാൻ പറ്റും. അല്ലാതെ ഒരു സിനിമയിലും അഭിനയിപ്പിക്കില്ല എന്നൊക്കെ പറഞ്ഞാൽ അത് വളരെ അതിശയോക്തിയുള്ളൊരു കാര്യമാണ്. ഞാൻ അത് തീർച്ചയായിട്ടും സമ്മതിക്കില്ല. ഞാൻ അതിന് എതിർക്കുന്നതിന് ചെയ്യാം. ഒരിക്കലും ഉണ്ടാവില്ല അങ്ങനെ. ഒരു നടിയെ ഇല്ലെങ്കിൽ ഒരു നടനെ ഇല്ലെങ്കിൽ ആരോ ആയിക്കോട്ടെ, ടെക്നീഷ്യൻസോ ആരോ ആയിക്കോട്ടെ, എന്തെങ്കിലും വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ട് അയാളെ ഒഴിവാക്കാനൊന്നും ഈ മലയാള ഇൻഡസ്ട്രി തീർച്ചയായിട്ടും തയ്യാറാവില്ല, സമ്മതിക്കില്ല. ശ്രീ സജി നന്ദിയേട്ട, സുനി എന്ന് പറയുന്ന വ്യക്തിയെ തനിക്ക് അറിയുകയില്ല എന്നാണ് ദിലീപ് പറഞ്ഞിരിക്കുന്നത്. അത് എത്രത്തോളം വിശ്വാസത്തിലെടുക്കാനാകും? സിനിമാ മേഖലയിൽ പലരുടെയും ഡ്രൈവറായിരുന്നു അയാൾ. അതുപോലെ തന്നെ ദിലീപിനും കൃത്യമായി പരിചയമുള്ള ആളാണ് എന്നുള്ള കാര്യങ്ങൾ പുറത്തു വന്നിട്ടുള്ളതാണ്. തനിക്ക് ഈ വ്യക്തിയെ അറിയുകയില്ല എന്ന് പറയേണ്ട സാഹചര്യം എന്താണ്? അത് അതിനു മുമ്പ് ആദ്യമായി ഞാൻ ചർച്ചയിൽ വന്ന് പങ്കെടുക്കുമ്പോൾ ശ്രീമതി ഗീത അതോടൊപ്പം തന്നെ സ്മൃതിയും സിനിമാ സംഘടനകളുടെ ഭാഗത്ത് പ്രതികരണം ഉണ്ടായില്ല എന്ന് പറയുന്നു. ഫിലിം പ്രൊഡ്യൂസർ അസോസിയേഷനും ഫിലിം ചേംബറും ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷനും വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിൽ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്ന്. പിന്നെ ലോ ആൻഡ് ഓർഡർ ഞങ്ങളുടെ കയ്യിലല്ലല്ലോ സ്മൃതി. ഞങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞു. ഈ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടതും പൾസർ സുനി ഉൾപ്പെടെയുള്ള പറയല്ലേ ഞങ്ങളെല്ലാം സിനിമാ സ്മൃതി, ഞങ്ങളെല്ലാം വേണ്ടപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരെ ഞങ്ങൾ ബോധിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ സങ്കടങ്ങളും ഞങ്ങളുടെ പരാതികളും നിങ്ങളത് അറിയുന്നുണ്ടോ? ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിലെ കാര്യങ്ങൾ എങ്ങനെ നിങ്ങളറിയുന്നത്? ഞങ്ങളെ വിളിച്ച് രേഖപ്പെടുത്തിയ കാര്യങ്ങൾ നിങ്ങളെങ്ങനെ അറിയുന്നത്? അത് വെളിയിൽ പറയാൻ പറ്റുന്ന രഹസ്യങ്ങളല്ലേ. പക്ഷേ ഒരു കാര്യമുണ്ട്, സിനിമയിൽ സൗഹൃദങ്ങളുണ്ട്. ആ സൗഹൃദങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആരും ഒന്ന് ഇതിനകത്ത് ക്ലിയർ ആയിട്ട് എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും അറിയാത്തതുകൊണ്ട് മാത്രമാണ് ആരും പ്രതികരിക്കാത്തത്. പിന്നെ സ്ത്രീകൾക്ക് മാത്രമായി ഒരു സംഘടന രൂപീകരിക്കേണ്ട സാഹചര്യം എങ്ങനെ വന്നു ചേർന്നു? അത് വളരെ പോസിറ്റീവായി ഒരു തരത്തിൽ കാണാം. പക്ഷേ തീർച്ചയായും ഏത് ഘട്ടത്തിലാണ് അങ്ങനെ ഒരു സംഘടന രൂപീകരിക്കേണ്ടി വന്നത് എന്നത് താങ്കൾക്ക് അറിയാമല്ലോ. തീർച്ചയായും അമ്മ എന്ന സംഘടനയിൽ സ്ത്രീകൾക്ക് വേണ്ട പ്രാതിനിധ്യമോ അവർക്ക് വേണ്ട പരിഗണനയോ ലഭിക്കുന്നില്ലെന്നൊരു പരാതി ഉള്ളതിൻ്റെ പേരിൽ മാത്രമായിരിക്കണം. തീർച്ചയായും ഞാനത് വിശ്വസിക്കുന്നു. ഈ പറഞ്ഞ മഞ്ജുവാർ ഉൾപ്പെടെയുള്ള പുതിയ സംഘടന രൂപീകരിച്ചത് അതിന് കാരണം അതിന് വിത്ത് പാകിയത് ഈ പ്രശ്നം തന്നെയാണ്. നമ്മുടെ നടിക്കുണ്ടായ ദുരനുഭവമാണ് അതിന് വിത്ത് പാകിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം പുരുഷ മേധാവിത്വം അമ്മയിലുണ്ട് എന്ന് അടക്കി പിടിച്ച സംസാരമുണ്ട്. ശരിയാണ്. പിന്നെ സ്ത്രീകൾക്ക് പ്രതികരിക്കുന്നൊരു പരിമിതി ഉള്ളതുകൊണ്ടാവാം അവർ സ്ത്രീകളുടെ പ്രൊട്ടക്ഷന് വേണ്ടി ഒരു പ്രത്യേക സംഘടന ഉണ്ടാക്കി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. അവരവിടെ പ്രൊട്ടക്റ്റഡ് അല്ല എന്നുള്ളൊരു തോന്നൽ അവർക്കുള്ളത് കൊണ്ട് മാത്രമായിരിക്കുമല്ലോ സ്വാഭാവികമായും ഇങ്ങനൊരു സംഘടന ഉണ്ടായത്. അതവിടെ നിൽക്കട്ടെ. ഇവിടെ വ്യക്തിപരമായി ഒരു നടനിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്തിനാണ്? പൂരപ്പറമ്പിൽ കള്ളൻ എന്ന് വിളിച്ചുകൊണ്ട് കള്ളൻ ഓടുന്നത് പോലെ ആണെങ്കിലോ? ഇവർ തമ്മിൽ ഈ പൾസർ സുനിയും ഈ പറഞ്ഞ ജിൻസനും തമ്മിലുള്ള ഒരു അന്തർനാടകമാണ്. ഈ രണ്ട് ക്രിമിനലുകൾ തമ്മിലുള്ള അന്തർനാടകമാണ്. ഈ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ പണം നെട്ടാൻ ആണെങ്കിലോ? അപ്പോൾ ദിലീപ് നിരപരാധിയല്ലേ? ഞാൻ പറയുന്നത് നമ്മളിപ്പോൾ തന്നെ ഒരു നിഗമനത്തിലെത്താൻ പാടില്ല. ഇതിനകത്ത് ദുരൂഹതയുണ്ട്. ശ്രീ ജോർജ് ജോസഫ് SP അദ്ദേഹവുമായി ഞാൻ 6 ചർച്ചയിൽ പങ്കെടുത്ത അദ്ദേഹം എൻ്റെ ലോജിക്കിനോട് പല ചർച്ചകളും യോജിച്ചിട്ടുമുണ്ട്. ഞാനൊരു കാര്യം പറയാം. ഇവിടെ ഈ വെളിപ്പെടുത്തൽ നടത്തിയത് എപ്പോഴാണ്? 1.5 മാസം മുൻപ് തനിക്ക് വന്ന വിളി, തനിക്ക് വന്ന കത്ത്, ഇതുമായി ബന്ധപ്പെട്ട് DGPക്ക് പരാതി നൽകിയിട്ട് ആ അന്വേഷണം എവിടെ എത്തി, ഏത് ഘട്ടത്തിലെത്തി എന്നുള്ള കാര്യങ്ങളും ദിലീപ് അന്വേഷിക്കുന്നുണ്ടാവുമല്ലോ. അദ്ദേഹം തന്നെ ആരോപണ വിധേയനായി അദ്ദേഹം ഇരയാക്കപ്പെടുകയാണെന്ന് അദ്ദേഹം പറയുകയാണ്. ആ ഘട്ടത്തിൽ ഈ അന്വേഷണം ഏത് തരത്തിലേക്ക് നീളുന്നു? താൻ കുറച്ചു കാര്യങ്ങൾ പറയാം, തൻ്റെ അടുത്തേക്ക് പോലീസ് വരൂ എന്നതുകൊണ്ട് അദ്ദേഹം ആവശ്യപ്പെടുന്നില്ല. നാദൃശായും മൊഴി നൽകാൻ വേണ്ടി മുൻകൈ എടുത്തായി കാണുന്നില്ല. പോലീസിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ട് എന്ന് താങ്കൾ പറഞ്ഞത് ശരിവെക്കുന്നു. അതേപോലെ തന്നെ ഈ കാര്യത്തിൽ മൊഴി നൽകാൻ എന്തുകൊണ്ട് ഈ 2 പേരും ഇക്കാര്യത്തിൽ ശ്രദ്ധ കാണിച്ചില്ല, വേഗം കാണിച്ചില്ല? ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഇത് പറയുമ്പോൾ ഈ 1.5 മാസത്തെ ദൈർഘ്യം എന്നുള്ളതാണ് സംശയത്തിനിടയാക്കുന്നത്. സ്മൃതി, ഒരു കാര്യം മനസ്സിലാക്കുക. ഈ പ്രശ്നം ഇവിടെ കേരളത്തിലെ അന്തരീക്ഷത്തിൽ വലിയ പ്രാധാന്യത്തോടെ നിലകൊള്ളുന്ന സമയത്ത് ഈ 3.5 മാസം മുമ്പ്
ഇവിടെ ഈ പ്രമുഖ നടനെ അറസ്റ്റ് ചെയ്തു എല്ലാ പത്രങ്ങളിലും പ്രമുഖ മാധ്യമങ്ങളെല്ലാം തലക്കെട്ടതായിരുന്നല്ലോ. അന്ന് ദിലീപ് എവിടെയായിരുന്നു? ദിലീപ് ഹോസ്പിറ്റലിൽ പനിയായിട്ട് കിടക്കുകയായിരുന്നു. ദിലീപിൻ്റെ അനുജൻ അനൂപ് എന്ന് പറഞ്ഞ വ്യക്തിയോട് ഞാനാണ് പറഞ്ഞത് നിങ്ങൾ ഇതിനു വേണ്ടി പ്രതികരിക്കാൻ പറഞ്ഞ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടത്. അല്ല, അനൂപിനോട് ചോദിക്കാം. ഇവിടെ നമ്മൾ നിശബ്ദനായിരുന്ന ഉടനെ കുറ്റം സംബന്ധിച്ചൊന്നാണ് അർത്ഥം. ദിലീപ് പറയുന്നത് ഞാനല്ലെന്ന് ഇനി തെളിയിക്കേണ്ടത് ആരാണ്? ശാസ്ത്രീയമായി തെളിയിക്കേണ്ടത് പോലീസാണ്. പിന്നെ ദിലീപിൻ്റെ പേര് ഈ അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോൾ അത് മുതലെടുക്കാൻ പൾസർ സുനിയും ജിൻസനോട് കളിച്ച നാടകമാണെങ്കിലോ സ്മൃതി, നമുക്ക് അങ്ങനെ ചിന്തിച്ചുകൂടെ? ഇനി ഞാൻ വേറൊരു പക്ഷോടെ, ഇനി ദിലീപാണ് പ്രതിയെന്ന് നിങ്ങൾ പറഞ്ഞു, ഏത് സാഹചര്യത്തിലായിരിക്കും? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പൾസർ സുനിയെക്കൊണ്ട് ഏതോ ഒരു വ്യക്തി ഇത് പറഞ്ഞിട്ടില്ല. ആ തരത്തിലൊന്നും വ്യാഖ്യാനിക്കില്ല. ചർച്ച പോകണം അങ്ങനെയാണ്. ചർച്ച ഏകപക്ഷീയമാകാൻ പാടില്ല. അങ്ങനെ പറഞ്ഞിട്ടില്ല. അന്വേഷണം പോലീസിന്റെ വീഴ്ച തന്നെയാണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. താങ്കളുടെ വ്യാഖ്യാനം എന്റെ മേലെ അടിച്ചേൽപ്പിക്കേണ്ട ശ്രീ സജി നന്ദിയാട്ടെ. ഞാൻ അങ്ങനെ ഒരു വാചകം പറഞ്ഞിട്ടേ ഇല്ല. അങ്ങനെ ഒരു വാചകം പറഞ്ഞിട്ടേ ഇല്ല. അങ്ങനെ ഒരു വാചകം പറഞ്ഞിട്ടേ ഇല്ല. ഈ 1.5 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഈ കാര്യത്തിൽ എന്തുകൊണ്ട് മുൻകൈ എടുത്തില്ല എന്നുള്ള ചോദ്യം സ്വാഭാവികമായ ചോദ്യം തന്നെയാണ്. സ്വാഭാവികമായ ചോദ്യം തന്നെയാണ്. ഇത് ഞാൻ മാത്രമല്ല, എല്ലാവരും ചോദിക്കുന്ന ചോദ്യം തന്നെയാണ്. അങ്ങനെ താങ്കൾ ചുരുക്കരുത്. ശ്രീ എസ് പി ശ്രീ ജോർജ് ജോസഫ്, ഇക്കാര്യത്തിൽ ഈ സിനിമാ മേഖലയിൽ സിനിമാ സംഘടനകളും പ്രതിസ്ഥാനത്ത് നിൽക്കപ്പെടുകയല്ലേ? ഈ വിഷയത്തിൽ ഈ ഘട്ടത്തിലെങ്കിലും പ്രതികരിക്കേണ്ടതല്ലേ? ദിലീപിന് പിന്തുണ കൊടുക്കുകയോ പിന്തുണ കൊടുക്കാതിരിക്കുകയോ ചെയ്യാം. പക്ഷേ ഈ വിഷയം ഇങ്ങനെ ഉയർന്നു വരുന്ന ഘട്ടത്തിൽ, ദിലീപ് ഇങ്ങനെ പറയുന്ന ഘട്ടത്തിൽ ഒരു പ്രതികരണമെങ്കിലും സിനിമാ മേഖലയിലെ സംഘടനകളുടെ ഭാഗത്തുനിന്ന് വരേണ്ടതല്ലേ? തീർച്ചയായിട്ടും വരേണ്ടതാണ്. ഇതിനകത്ത് സിനിമാ മേഖലയിലുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ കൾപ്രിറ്റ് അല്ലെങ്കിൽ ഈ കൊട്ടേഷൻ കൊടുത്തത് ആരാണെന്ന് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. അതിനകത്ത് ഒന്നെങ്കിൽ ദിലീപ് കൊടുത്തു, അല്ലെങ്കിൽ ദിലീപിനെ ചതിക്കാനായിട്ട് ആരോ കൊടുത്തു. അപ്പോൾ ഇതിന് മാറ്റമൊന്നും ഉണ്ടാകില്ല. പക്ഷെ അത് കണ്ടുപിടിക്കാനായിട്ടുള്ള പോലീസിൻ്റെ അന്വേഷണ രീതികളോട് എനിക്കിപ്പം യോജിക്കാൻ പറ്റുന്നില്ല. കാരണം ഇതിനകത്ത് ഒരു ദിലീപിനെതിരായിട്ട് കുറേ കാര്യങ്ങൾ ഇപ്പം അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നുണ്ട്. കാരണം അതൊക്കെ ദിലീപ് കണ്ണിച്ച് പറയണം. കാരണം ആ നടി ഡെക്കാൻ ഹെറാൾഡിൽ ഒരു ഇൻ്റർവ്യൂ കൊടുത്തപ്പം പറഞ്ഞു, അതിനകത്ത് ദിലീപ് ആ നടിയെ ഊരുവിലക്കിയെന്ന്. ആ ഡെക്കാൻ ഹെറാൾഡിന് വന്ന ഒരു വാർത്തയാണത്. അപ്പോൾ അതൊരു മോട്ടീവിലേക്ക് പോകുന്നതാണ് എന്നെപ്പോലെ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വേറെ ചിലരുണ്ട്, മഞ്ജു വാര്യരുടെ അടുത്ത് എന്തോ ഈ നടി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നടിയോട് വൈരാഗ്യം ഉണ്ടായത്. അതും വളരെ സജീവമായിട്ട് ചർച്ചയിൽ വന്നിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ ഒരാളുടെ മോട്ടീവിലേക്ക്, അതൊക്കെ ദിലീപിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിനൊക്കെ ദിലീപ് അതിന് തക്കതായ മറുപടി പോലീസിന് കൊടുക്കണം. അതിൻ്റെ നിരപരാധിത്വമാണെങ്കിൽ അത് തീർച്ചയായിട്ടും പറയണം. മറ്റൊരു കാര്യം, ഞാൻ വേറൊരു ചർച്ചയിൽ ഇപ്പോൾ ഉണ്ടായപ്പോൾ ദിലീപ് ആ ചർച്ചയിലുണ്ടായിരുന്നു. അന്നേരം പറഞ്ഞത് ഇന്ന് വരെ ദിലീപ് ഈ പൾസർ സുനിയെ കണ്ടിട്ടില്ല, അദ്ദേഹമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടില്ല എന്ന്. അതേസമയത്ത് ആ ലെറ്ററിനകത്ത് പറയുന്നുണ്ട് 1-2 കാര്യങ്ങൾ. ഒരു 2-3-4 സിനിമയ്ക്കകത്ത് കാര്യങ്ങൾ എടുത്ത്, സൗണ്ട് തോമ, അതുപോലെ അങ്ങനെ 3-4 സിനിമയുടെ കാര്യങ്ങൾ പറയുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യത്തിൽ ഈ പൾസർ സുനി സഹകരിച്ചെന്നാണ് അദ്ദേഹത്തിൻ്റെ ആ ലെറ്ററിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ അത് ഇന്ന് വരെ നാളത്തെ വരെ ഈ പൾസർ സുനിയെ കണ്ടിട്ടില്ല. ശ്രീ ജോർജ് ജോസഫ് ആ കത്ത് പുറത്തുവിട്ടത് ദിലീപാണ് എന്ന കാര്യവും ശ്രദ്ധിക്കേണ്ടത്. അതെ. അപ്പോൾ ഈ കത്തിൻ്റെ ഒറിജിനൽ എവിടെ പോയി നമുക്കറിയില്ല. പക്ഷേ ഞാൻ അതിനകത്ത് വേറൊരു കാര്യമുണ്ട്. ഈ ഏപ്രിൽ 20-ാം തീയതി കൊടുത്തിട്ട് ഇപ്പം 2.5-3 മാസമായി. എന്തുകൊണ്ട് പോലീസ് ഇതുവരെ ഈ കേസ് അന്വേഷിച്ചില്ല? ഇപ്പോഴതിനൊരു പ്രാധാന്യം വന്നത് എന്താണ്? അപ്പോൾ അങ്ങനെ പല കാര്യത്തിലും പോലീസിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഇനി പോലീസ് ശ്രദ്ധയൂന്നി ഇതിൻ്റെ കറക്റ്റ് ട്രാക്കിലോട്ട് വരണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം.